കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഡോക്ടർ സുധീഷ്. അഭിനയിക്കുന്നവർ ഡോക്ടർ വിപിൻ, ഡോക്ടർ സുബിൻ, ഡോക്ടർ ശീതൽ, ഡോക്ടർ മൃദുലാൽ, ഡോക്ടർ ആതിര, ഡോക്ടർ നിനിത്, ഡോക്ടർ രഞ്ജിത, ഡോക്ടർ അശ്വതി, ഡോക്ടർ വിനു, ഡോക്ടർ വിനോദ്, ഡോക്ടർ ബബിത, ഡോക്ടർ സുരേഷ് ആൻഡ് ഡോക്ടർ സുധീഷ്. എടാ വിനോദേ, നീ ഇവിടെ തന്നെ എടുത്തല്ലേ? സന്തോഷായടാ. എടാ, DRP പോസ്റ്റിങ്ങിന് കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. ഇതാണ് രാവിലെ വന്ന് അത്യാവശ്യം പണിയെടുത്ത് ബീച്ചിലെ കാറ്റും കൊണ്ട് ഉച്ചയാക്കിയ സൗത്ത് ബീച്ചിൽ പോയി ഒരു ബിരിയാണിയും കഴിച്ച് ജോളിയാക്കാം. നിനക്കറിയോ, ജീവിതത്തിൽ നമ്മളുടെ ഒരു സുവർണ കാലമാണ് ഇവിടുത്തെ DRP എന്നാണ് നമ്മുടെ മുൻഗാമികൾ പറയുന്നത്. വിനോദേ, നിന്റെ പഴയ ലൈൻ KMCT PDRSPG ആന്ന് കേട്ടല്ലോ. ആയിഷയോ? അതെ, അവൾ തന്നെ. അവളും DRP കൊടുത്തത് ബീച്ചിൽ തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മിക്കവാറും നിന്നെ കാണാനായിരിക്കും. അതൊക്കെ കഴിഞ്ഞു പോയതല്ലടോ. അവളിപ്പോൾ എന്നെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങൾ തമ്മിൽ കൊണ്ടുപിടിച്ച പ്രേമമായിരുന്നല്ലോ, പിന്നെ എന്തു പറ്റി? പ്രണയം നമ്മുടെ കൈക്കുമ്പിളിലിരിക്കുന്ന ഒരു ചിത്രശലഭം പോലെയാണ്. ഒന്ന് ജനിച്ചാൽ അതില്ലാതാവും, തുറന്നു വിട്ടാലോ അത് പറന്നുപോകും. എന്നാലും ശരിക്കും എന്താണ് സംഭവിച്ചത്? അറിയില്ലടോ. കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒന്നും രണ്ടും പറഞ്ഞ് അടി തുടങ്ങിയതാ. പിന്നെ പിന്നെ അവൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവാതെ ഞാൻ പറയുന്നത് അവൾക്കും. അല്ല ചങ്ങായിമാരെ, നിങ്ങൾ ഇവിടെ നിൽക്കുക. രാവിലെ 8 മണിക്ക് എത്താന്നാ നമ്മളെ സുനിരാജ് സാറ് പറഞ്ഞിരിക്കണ്. അതാരാ ഈ സുനുരാജ്? അറിയൂല? നിങ്ങൾക്ക് അറിയൂല? ഷോർട്സിലും റീലിലൊക്കെ വൈറലാണല്ലോ മൂപ്പര്. എടാ, അത് നോക്ക്, അതാരാ വരുന്നത്? അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേനെ പാടൂ പ്രേമാദ്രം. മതി നിങ്ങളെ പ്രണയസല്ലാപോ. ഇവിടെ ഞങ്ങൾ കുറച്ച് ആളുകളും കൂടിയൊക്കെ ഉണ്ട്. നമുക്ക് പോയി സുനിരാജ് ഡോക്ടറെ കാണാം. ഗുഡ് മോർണിംഗ് സാർ. നീ ആരാ? സർ, ഞങ്ങൾ പുതുതായി വന്ന DRP സ്റ്റുഡൻസ് ആണ്. നിനക്ക് റീൽസ് എടുക്കാൻ അറിയാവോ? അറിയില്ല സർ. എന്നാൽ നീ അങ്ങോട്ട് മാറി നിൽക്ക്. എനിക്കറിയാം സാർ. എന്താ നിന്റെ പേര്? ബിജിലി. എന്നാ നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. എന്നിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്. ഒരു വൈറൽ അടിച്ചിട്ട് 2 ആഴ്ചയായി. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാട്. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാട്. നമുക്കൊരു ട്രിപ്പ് പോയാലോ? വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ പോണോ? സാറ് നല്ല വൈബാണെന്ന് അറിഞ്ഞത്. ഒന്ന് മുട്ടി നോക്കിയാലോ? നീയല്ലേ ക്യാമറമാൻ, ചെന്ന് മുട്ട്. സാർ സാർ എൻ്റെ അമ്മോ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താടോ? കുറച്ച് ദിവസങ്ങൾ ഒഴിവുണ്ടല്ലോ, നമുക്കൊരു ടൂറ് പോയാലോ? സാറ് കൂടെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. നാളെയും മറ്റന്നാളും ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. ഫോറൻസിക് മെഡിസിൻ OPയിൽ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണല്ലോ ഞായറും തിങ്കളും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സർ. ബൈ ദ ബൈ, എവിടെ പോകാനാണ് നിങ്ങൾ പ്ലാൻ? എവിടെയാണെങ്കിലും ഞാൻ റെഡി. എടാ, നീ ഫസ്റ്റ് ഇയർ MBBS ഫ്രഷേഴ്സ് ഡേ കളിച്ചൊരു ഡാൻസില്ലേ, അതിലെ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചതാടാ. എന്തിന്? ഇനി നടക്കപ്പോറത് യുദ്ധം. എന്ത്? അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണടാ.
ಕಾದರಿಗೆ ಆ ತುದಿ ಪಂಜಾರಿ ಕೊಟ್ಟಿಲ್ಲೆ ಕಾದರಿಗೆ ಎ ಪ್ರೇಮಿಕುಡು ನೀ ಸುಮ್ಮವಾರಿಗೆ മനസ്സങ്ങ് നീറണേ മനിച്ചങ്ങ് കേറണേ ഉള്ളിലിരുന്നാടടി തെലുങ്കനവുമലു തെലുങ്കനവുമലു തെലുങ്കനവുമലു. ഈ കാട്ടിൽ നിറയെ മരങ്ങളാണല്ലോ. അതാരാ പെട്ടെന്ന് ആ മരത്തിന്റെ പുറകില്? എവിടെ നോക്കട്ടെ. അത് നമ്മളെ കോഴിക്കോടിന്റെ അഭിമാനമായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. മോനെ മൂപ്പൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിന് എൻ്റെ കല്യാണ ഫോട്ടോ പോലും ഇത്ര വരില്ലെന്നാ എൻ്റെ ഭാര്യ പറയുന്നത്. അതുകൊണ്ടല്ലേ സാറേ ആ സാറ് മികച്ച വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്നത്. നീ എനിക്കിട്ടൂതല്ലേ? ആ നോക്കി നടക്ക്. നീ ആ ഷാൾ ഒന്നിട്ട് കൊടുക്ക്, അവൻ ഇന്ന് കേറിപ്പോരട്ടെ. അവിടെ കിടക്കട്ടെ. പണ്ട് അനാറ്റമി പരീക്ഷയ്ക്ക് ഞാൻ കാണാതിരിക്കാൻ പേപ്പർ പൊത്തിവെച്ച് പരീക്ഷ എഴുതിയവനാ. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. ഏതോ ചാണകക്കുഴിയിലാണ് വീണതെന്ന് തോന്നുന്നു. എന്തൊരു നാറ്റം. നമുക്ക് വഴി തെറ്റിന്നാ തോന്നുന്നത്. അതാരാ വരുന്നത്? ഏതോ പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ? മരുഭൂമിയിൽ നിന്ന് പലായനം ചെയ്ത് നടന്ന് കാലിലെ ചെരുപ്പും തേഞ്ഞ് കാലും തേഞ്ഞ് ഒടുക്കം കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ മയ്യത്തുമായി. ഒരു കുപ്പി വെള്ളവും എടുത്ത് ഒരൊട്ടകപ്പുറത്ത് കയറിയാ പോരായിരുന്നോ? അതിന് ബെന്യാമിൻ സമ്മതിച്ചില്ല. മനസ്സിലായല്ലോ അല്ലേ? നാം കുടവേർ പോറ്റി അല്ല, ഉടമൺ പോറ്റി. മഹാമാന്ത്രികനാ. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുണ്ട്. എന്തിന്? ഈ കോഴിയെ ചുട്ടാ പിന്നെ ഇച്ചിരി ഉപ്പും മുളകും കൂട്ടി അങ്ങ് തിന്നാ പോരെ? അത്ഭുത ശക്തിയുള്ള ആളാണ്. ശപിച്ച് ഭസ്മമാക്കി കളയും. പോറ്റി, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോ എന്നൊരു സംശയം. സംശയോ? ഒരു സംശയവും വേണ്ട, വഴി തെറ്റിയിരിക്കണു. കുട്ടി കമ്മിറ്റഡ് ആണല്ലേ? എങ്ങനെ മനസ്സിലായി? കണ്ണ് കണ്ടാൽ അറിയാം. ഞങ്ങൾ എവിടെയാ എത്തിപ്പെട്ടത്? ഒന്ന് പറഞ്ഞു തരാമോ?
നിങ്ങൾ കലിയുഗത്തിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന ദശാസന്ധി ബ്രഹ്മയുഗത്തിൻ്റെതാണ്. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഇവിടെ ഒരുവൻ പിറന്ന നാടിന് ഒറ്റും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സഹോദരന്റെ മാറു പിളർക്കും. സ്ത്രീകളുടെ മാനത്തിന് വിലയില്ലാതാകും. കൺമുമ്പിൽ കാണുന്നതൊന്നും വിശ്വസിക്കാനേ പറ്റാതാകും. ഒരൊറ്റ നിമിഷം കൊണ്ട് മരണം കടന്നൽ കൂടുപോലെ നിങ്ങളെ ആക്രമിക്കും. വാ, ഇങ്ങടുത്ത് വാ. ഇതൊരു യന്ത്രമാണ്. ഈ യന്ത്രം പറയുന്ന ദിക്ക് നോക്കി നടന്നാൽ മതി. നേരത്തോട് നേരം നിങ്ങൾ കാട് കടക്കും. അതുവരെ നിങ്ങൾ DA എന്നൊരു വാക്ക് മാത്രം ഇടരുത്. കാട് കടന്നാൽ നിങ്ങളെ കാണാൻ രഞ്ജിത്ത് ഗംഗാധരന്റെ ആൾക്കാർ വരും. അവരെ ഇത് ഏൽപ്പിച്ച് മിണ്ടാതെ തൊട്ടുരിയാടാതെ മുന്നോട്ട് പോവുക. ശരി സ്വാമി. നാഗങ്ങൾ വാഴുന്നു. ഇൻസ്പെക്ടർ ബൽറാം, ഇതെങ്ങോട്ടാണ് എല്ലാവരും കൂടെ? സർ, ഞങ്ങള് ബംഗളൂരുവിലേക്ക് വന്നതാണ്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നറിയില്ലേ? മാറി നിൽക്ക്. സർ, ബാംഗ്ലൂരിലേക്കാണ്. എന്താണ് ആ പെട്ടിയിൽ? അതൊരു വടക്ക് നോക്കി യന്ത്രമാണ് സാറേ. തുറക്ക്. വടക്ക് നോക്കി യന്ത്രത്തിലാണോ അരിപ്പൊടി? കോൺസ്റ്റബിൾ, ചെക്ക് ചെയ്യൂ. ഇത് മറ്റവനാണ് സർ. ഇടുക്കി ഗോൾഡിൽ കൊക്കൈൻ മിക്സ് ചെയ്ത ദ മോസ്റ്റ് ട്രെഡഡ് നാർക്കോട്ടിക്. ബ്ലഡി ഫൂൾസ്, യു ആർ അണ്ടർ അറസ്റ്റ്. ബൽറാമിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ഒന്ന് സാറേ, ക്ഷമിക്കണം. ഞങ്ങളെ കുടമൺ പോറ്റി ചതിച്ചതാ. ഇവിടെ എത്തുമ്പോ ഒരാൾ വന്ന് വാങ്ങുമെന്നാ പറഞ്ഞത്. എന്താ അയാളുടെ പേര്? രഞ്ജിത്ത് ഗംഗാധരൻ. വിളച്ചിലെടുക്കാതെ മാറി നിൽക്കും പെണ്ണുങ്ങളെ. അണ്ണന് കൊടുക്കാൻ ഒരു സാധനം തന്നുവിട്ടത് നിങ്ങളുടെ കയ്യിലാണോ? ഓഹോ, നീയാണോ അടുത്ത കണ്ണി? ഈ ബൽറാമിന്റെ വല പൊട്ടിക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല. ഇത് ആരുടേതെന്ന് അറിയാമോ സാറിന്? ഏതോ ഒരുത്തൻ ഇന്ത്യയൊക്കെ പുറകിലുണ്ടാവുമെന്ന് എനിക്കറിയാം. വിളിയടാവനെ. അണ്ണാ, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല. ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും എന്താണ് പ്രശ്നം? ഇതെന്താണ് മലബാർ ഗോൾഡിന്റെ പരസ്യോ? ഒറിജിനലാ. നാനും ഈ ഗോൾഡും. ഒരു രഞ്ജിത്ത് ഗംഗാധരന് കൊടുക്കാൻ വഴിയിൽ വെച്ച് ഒരാൾ തന്നതാണ് ഈ പാത്രം. ഇതിലെന്തോ നാർക്കോട്ടിക് ആണെന്നാണ് സാറ് പറയുന്നത്. നാനാ രഞ്ജിത്ത് ഗംഗാധരൻ. രംഗൻ. സാറ് മലയാളി ആയിരുന്നല്ലേ? നീ എന്ത് വിചാരിച്ച്? നാ കണ്ണടിക്കണ്ണാ, മലയാളിടാ. ഇത് കഞ്ചാവും പിണ്ണാക്കുമൊന്നുമല്ല. പിണങ്ങിപ്പോയ എൻ്റെ അമ്മ എനിക്ക് കൊടുത്തയച്ച അവലോസ് പൊടിയാണ്. അല്ലേലും വെട്ട് കുത്ത് കൊള്ള ഇങ്ങനത്തെ അന്തസ്സുള്ള പണികളെ രംഗൻ ചെയ്യാറുള്ളൂ. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. അതുകൊണ്ട് സാറൊന്ന് വിട്ട് പിടി. എടാ മോനെ, ഇന്ന് നമ്മുടെ ഫാമിലി മീറ്റ് ആണ്. അമ്മാനെ പാട്ടിട്.
രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ ഷളേ ഓഫായണ്ണ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ.